അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തിയൊരു ഡേ ആണ്. ഒരു വാട്ട് ഈറ്റിൻ്റെ ഡേ ആട്ടോ. അങ്ങനെ രാവിലെ എണീച്ച് സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും കൂടി ബേബീനെ വെയിൽ കൊള്ളിക്കായിരുന്നുണ്ടോ. ആ ടൈമിൽ ബേബിക്ക് ചെറിയ മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വെയിലൊന്ന് കൊള്ളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബേബീനെ വെയിലൊക്കെ കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മെഡിസിൻ ഉണ്ടായിരുന്നു വെറും വയറ്റിൽ കഴിക്കാനുള്ള. അത് മെഡിസിനും കഴിച്ചു. പിന്നെ പാലിലെന്തോ ഒരു പൊടി കലക്കി അതും ആ ബണ്ണും കൂടി ആയിട്ട് രാവിലെ തന്നെ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിച്ചതിന് ശേഷം കുറച്ച് മെഡിസിൻ കഴിക്കാണ്ടായിരുന്നു. ആ മെഡിസിനൊക്കെ കഴിച്ചു. കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു മെഡിസിന്. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ബാജിക്കറിയായിരുന്നു കേട്ടോ കൊണ്ടുതന്ന്. അപ്പോൾ അതും കഴിച്ചു. പിന്നെ ഫ്രൂട്ട്സും ഉലുവക്കഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ വെളുത്തുള്ളി ചോറായിരുന്നു. വെളുത്തുള്ളി ചോറും മത്തി പൊരിച്ചതുമായിട്ടാണ് കഴിച്ചത്. അപ്പം നേരെ അതൊക്കെ കഴിച്ചു. പിന്നെ ഈ ഈവനിങ് നല്ലൊരു ഉറക്കമൊന്നും പറയാമല്ലോ, ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എണീച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ആദ്യമായിട്ടുണ്ട്, അത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ അതൊക്കെ പറിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളി മധുരാന്ന് പറയും, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തോ ഒരു മുക്കിടി പറഞ്ഞ സാധനം, എൻ്റെ അമ്മ വയലിൽ വെക്കാൻ പറ്റാത്ത സാധനം, എന്തോ മോരിലൊക്കെ കളിക്കുക, എനിക്ക് ഇതിൽ ഇഷ്ടമില്ല. അതും കുടിപ്പിച്ച് പിന്നെ നേരെ ചായൻ്റെ നേരം പാലും മുട്ടയും പഴമൊക്കെ കഴിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മേൻ്റെ ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ ഏച്ചി കുട്ടിക്ക് ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കിങ്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ പാത്രങ്ങളൊക്കെ ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി താരമ്മ നട്ടങ്ങൾ വിളിക്കൽ താരമ്മക്ക് വർത്തമാനം പറഞ്ഞ് നൈറ്റായപ്പോൾ ചോറ് കറി മത്തി വറ്റിച്ചതും അങ്ങനെ കുറച്ച് കഴിച്ചു. പിന്നെ